ക്വണ്ണക്കിങ്കിണീജാലകോലാഹലഡ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗനേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സൂര്യാദി വ്യാഴത്തിൻ്റെ 12ാം ഭാവരാശി സ്ഥിതി വരെയുള്ള എല്ലാ ഫലങ്ങളും പറയപ്പെട്ടു. അടുത്ത പ്രകരണത്തിൽ ലഗ്നാദികളായ ദ്വാദശ ഭാവങ്ങളിൽ ശുക്രൻ നിന്നാൽ അനുഭവിക്കുന്ന ഫലത്തെക്കുറിച്ച് പറയുന്നു. നമുക്ക് ആ ശ്ലോകത്തെ ഒന്ന് പരിശോധിക്കാം. സമീചീനമംഗ സമീചീനസംഗ സമീചീനബഹ്വംഗനാഭോഗയുക്ത സമീചീനകർമ്മ സമീചീനശർമ്മ സമീചീനശുക്രോ യദാ ലഗ്നവർത്തി. ഒന്നുകൂടി ചെല്ലാം. സമീചീനമംഗം സമീചീനസംഗ സമീചീനബഹ്വംഗനാഭോഗയുക്തഃ സമീചീനകർമ്മ സമീചീനശർമ്മ സമീചീനശുക്രോ യദാ ലഗ്നവർത്തി. സമീചീനശുക്രോ യദാ ലഗ്നവർത്തിം. എപ്പോഴാണോ സമീചീനനായ ശുക്രൻ ലഗ്നവർത്തിയായി ഇരിക്കുന്നത്, ആ സമയത്തിൽ ജനിച്ചവൻ്റെ ഫലമാണെന്ന് അർത്ഥം. ഇവിടെ സമീചീന ശുക്രൻ എന്ന് ഉദ്ദേശിച്ചത് സാമാന്യേന ബലത്തോടുകൂടി ഗുണഫലത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോഴുള്ളതായ ഫലവിഷയമാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി കന്നിലഗ്നമായി ലഗ്നത്തിൽ ശുക്രൻ നിന്നാൽ ഈ ഫലത്തെ അനുഭവിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഗ്രഹത്തിൻ്റെയും ഫലനിരൂപണം ചെയ്യുന്നതായ അവസരത്തിൽ ആ ഗ്രഹത്തിന് ബലത്തോടു കൂടി നിൽക്കുകയാണെങ്കിലാണ് ഈ ഫലത്തെ അനുഭവിക്കുക എന്ന് ആചാര്യന് ഹൃദ്ഗതമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബലത്തിൻ്റെ സാപേക്ഷത്വം ഇവിടെ പറയാൻ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ സമീചീനനായ ശുക്രൻ ലഗ്നവർത്തിയായിരിക്കുമ്പോൾ അനുഭവിക്കേണ്ടതായ ഫലത്തെയാണ് മേൽ പറയപ്പെട്ടത് എന്ന് അവസാന വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യ വരിയിലേക്ക് പരിശോധിക്കുമ്പോൾ സമീചീനമംഗം സമീചീന സംഘ, സമീചീനമായ അംഗത്തോടു കൂടിയവനായിരിക്കും. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ സുന്ദരമായ ശരീര ശോഭയോടുകൂടിയവനായിരിക്കും എന്നർത്ഥം. ശരീരത്തോടു കൂടിയവനായിരിക്കും എന്നർത്ഥം. സാധാരണ നിലയിൽ തന്നെ ശുക്രൻ ലഗ്നവർത്തിയായാൽ സൗന്ദര്യമുള്ള ശരീരം ഉള്ളവനായിരിക്കുമെന്ന് നമുക്ക് പറയാം. കാരണം ജ്യോതിഷത്തിൽ ഏറ്റവും അധികം സൗന്ദര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതായ ഗ്രഹം ശുക്രനാണ്. ആ ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ നല്ല സൗന്ദര്യമുള്ള ശരീരത്തോടു കൂടിയവനായിരിക്കും എന്ന് മനസ്സിലാക്കണം. അംഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അംഗങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്, ശരീരം എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത് സമീചീന സംഘ. സമീചീനമായ സംഘത്തോടു കൂടിയവനും
ആയിരിക്കും. അതേപോലെ സമീചീന ബഹുവങ്കനാഭോഗയുക്ത, വളരെ സൗന്ദര്യവതികളായ സ്ത്രീകളിൽ ഭോഗയുക്തനായി തീരാനുള്ളതായ അവസ്ഥയും ലഗ്നത്തിൽ ശുക്രൻ വന്നാൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരിക്കണം. പിന്നീട് പറയുന്നു സമീചീന കർമ്മ, സമീചീനമായ കർമ്മത്തോടു കൂടിയവനായിരിക്കും എന്നർത്ഥം. വളരെ ശ്രേഷ്ഠമായ മഹത്തരമായ പ്രവൃത്തികളോട് കൂടിയവനായിരിക്കും ജാതകൻ എന്നർത്ഥം. നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ, ആ തൊഴിൽ മേഖലകളിലൊക്കെ വളരെയധികം ശോഭിക്കാനുള്ളതായ അവസ്ഥകൾ, ഇതൊക്കെ സമീചീന കർമ്മം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. സമീചീന ശർമാവാണ്. പിന്നീട് പറഞ്ഞത് അടുത്തത് സമീചീന ശർമ്മ, സമീചീന ശർമാവാണ്. സമീചീനമായ സന്തോഷത്തോടു കൂടിയവനായിരിക്കുമെന്നർത്ഥം. വളരെയധികം സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗമുള്ളതായ വ്യക്തിയായിരിക്കും. അതായത് ബൗദ്ധിക സുഖത്തിൻ്റെ എല്ലാം കാരകത്വമുള്ളതായ ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ അദ്ദേഹം സുന്ദരമായ ശരീരത്തോടു കൂടിയും സുന്ദരമായ സംഘങ്ങളോടു കൂടിയവനും സുന്ദരികളായ സ്ത്രീകളുമായി ഭോഗയുക്തനാകുന്നവനായിട്ടും നല്ല പ്രവൃത്തികളെ ചെയ്യുന്നവനായിട്ടും നല്ല സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനായിട്ടും നല്ല സന്തോഷത്തെ അനുഭവിക്കുന്നവനായിട്ടും വരും എന്നാണ് ഈ പ്രമാണത്തിൽ പറയപ്പെട്ടിട്ടുള്ളത്. വളരെ നല്ല സുഖമുള്ള ചൊല്ലാനും കേൾക്കാനും മനോഹരമായ ഒരു ശ്ലോകവും കൂടിയാണ് ഇത്. ശുക്രൻ സൗന്ദര്യത്തിൻ്റെ സങ്കല്പത്തിൽ ഏറ്റവും മഹത്തരമായ ഗ്രഹമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ശുക്രൻ്റെ ആകാരചേഷ്ടകളെക്കുറിച്ച് ഹോരയിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രതിപാദിക്കാം. ഭൃഗുസുഖി കാന്തവപു സുലോചന കഭാനിലാത്മാസിത വക്രമൂർധജ എന്നാണ് പറഞ്ഞത്. ഭൃഗുസുഖിയാണ്, എല്ലാവിധത്തിലുള്ള സുഖങ്ങളെയും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ബൗദ്ധിക സുഖങ്ങളെ മുഴുവൻ ഇഷ്ടപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. കാന്തവപു സുന്ദരമായ ശരീരമായിരിക്കും. സുലോചന നല്ല കണ്ണുകളോടുകൂടിയവനായിരിക്കും. കഭാനിലാത്മാസിത വക്രമൂർധജ കഫപ്രകൃതിയായിരിക്കും. വക്രമൂർധജ ചുരുണ്ട, വക്രം എന്ന് പറഞ്ഞാൽ ചുരുണ്ടത് എന്നർത്ഥം. മൂർധജം എന്ന് പറഞ്ഞാൽ മുടി. അപ്പം നല്ല ചുരുണ്ട മുടിയോട് കൂടിയിട്ടുള്ള വ്യക്തിയുമായിരിക്കുമെന്ന് സൗന്ദര്യസങ്കല്പത്തിൽ ശുക്രനെക്കുറിച്ച് ഹോരയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സംക്ഷിപ്തമായ രൂപത്തെ ഒന്ന് പരിശോധിക്കാം. സമീചീനമംഗം സമീചീനസംഗ സമീചീന ബഹ്വംഗനാഭോഗയുക്രഹാം സമീചീന കർമ്മ സമീചീന ശർമ്മ സമീചീന ശുക്രോ യഥാ ലഗ്നവർത്തിം. ലഗ്നത്തിൽ ശുക്രൻ നിന്നാൽ സുന്ദരമായ അംഗത്തോടു കൂടിയവനും സുന്ദരമായ സംഘങ്ങളോട് കൂടിയവനും സുന്ദരികളായ സ്ത്രീകളുമായി ഭോഗയുക്തനാകുന്നവനായിട്ടും നല്ല പ്രവൃത്തികളെ ചെയ്യുന്നവനായിട്ടും നല്ല സന്തോഷത്തെ അനുഭവിക്കുകയും മറ്റൊരാൾക്ക് പകരുകയും ചെയ്യുന്നവനായിട്ടും വർത്തിക്കാൻ ഇടവരും എന്ന് മനസ്സിലാക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ളതായ ഫലവിഷയത്തെ പരിശോധിക്കാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.